കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണം സംഭവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിൻ്റെ നിഷ്ക്രിയത്വം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കിതിൻ്റെ യഥാർത്ഥ സംഗതി അന്വേഷിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനകത്ത് കുറ്റാരോപിക്കപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികളെ സംരക്ഷിച്ച് പിടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതായത് കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകേണ്ടി വന്ന കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യയെ സംരക്ഷിക്കാൻ എന്താണ് വഴി? അവരെ ജാമ്യത്തിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചത് വാസ്തവത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് തന്നെയാണെന്ന് വ്യക്തം. കാരണം അവർ മഞ്ജുഷയുടെ മൊഴി എടുത്തില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വാദം ദുർബലമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഒത്തുകളി. അതിനോടൊപ്പം തന്നെ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ ഗീത IASൻ്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനും പരമാവധി അവരെ ഉൾക്കൊള്ളിക്കാതിരിക്കാനും ബോധപൂർവം ശ്രമം നടത്തി. ഈ 2 കാര്യങ്ങളുമാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കോടതിയിൽ കൃത്യമായും, അതായത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സ്റ്റേ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായും PP ദിവ്യ വീണ്ടും അകത്താകുമായിരുന്നു. എന്നാൽ കർശന ഉപാധിയോടുകൂടി ജാമ്യം അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ഉപാധികൾ ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ പോലീസ് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതായത് എല്ലാ തിങ്കളാഴ്ചകളിലും കൃത്യം 10-നും 11-നും ഇടയിൽ വന്ന് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നാലും, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് പറയുന്ന വ്യവസ്ഥയായിരുന്നാലും ഇതൊക്കെ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ പോലീസ് തയ്യാറല്ല. കാരണം പോലീസ് അവരുടെ ആളായി നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്നത് അവിടുത്തെ ജില്ലാ കളക്ടർ അരുൺ K. വിജയനെ ഇതുവരെയും നീക്കുന്നില്ല എന്നുള്ളതാണ്. പകരം അരുൺ K. വിജയൻ ഉൾപ്പെടുന്ന ഒരു കോക്കസ് അവിടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം, ആറളം ഫാമുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായതിനു ശേഷം നടത്തിയ ഇടപാടുകളെ സംബന്ധിക്കുന്ന വിഷയമൊക്കെ ഗീത IAS പൂട്ടിക്കെട്ടി എന്ന് പറയുമ്പോഴും അത് പുറത്തുവിടാതെ വലിയ തോതിൽ അവരെ ആക്രമിക്കാനും അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനും അവരെ അപായപ്പെടുത്താനും ഉള്ള ശ്രമം നടക്കുന്നു എന്ന റിപ്പോർട്ട് പോലും, ആ രീതിയിലുള്ള വിശദീകരണത്തിന് പോലും മറുപടി കൊടുക്കാതെയാണ് പോലീസ് ശരിക്കും അവിടെ നിഷ്ക്രിയത്വം പാലിക്കുന്നത്. വാസ്തവത്തിൽ പോലീസ് കണ്ണടക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി തന്നെയാണ് സത്യം തേഞ്ഞു മാഞ്ഞു പോകുന്നത്. നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബു പറയുന്നത് ഇത് ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം കളക്ടർ അരുൺ K. വിജയൻ അന്ന് കാണിച്ച വെപ്രാളം തനിക്ക് കൃത്യമായും ബോധ്യമുണ്ട്. അതായത് ഞങ്ങൾ ബന്ധുക്കൾ വരാതെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടമോ അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കലോ ഒന്നും നടത്തരുത് എന്ന് കളക്ടറോട് അപേക്ഷിച്ചിട്ടും അദ്ദേഹം പറഞ്ഞത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ബോഡി കൊണ്ടുപോയിരിക്കുന്ന, അവിടെ അട്ടിമറിയൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ അട്ടിമറി നടക്കാൻ ഏറ്റവും എളുപ്പം കൃത്യമായും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന സംഘം തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? പകല് പോലെ വളരെ വ്യക്തമാണ്. MV ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃത്യമായി PP ദിവ്യയെ ആശ്വസിപ്പിക്കാനും കുഴപ്പമില്ല, ഇത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, ഇതൊക്കെ അങ്ങ് കെട്ടടങ്ങിക്കോളും, PP ദിവ്യയെക്കുറിച്ച് ജനങ്ങൾ ഇപ്പോൾ പറയുന്നതൊക്കെ നമുക്ക് തിരുത്താം, നവീൻ ബാബുവിൻ്റെ കേസ് കൂടിപ്പോയാൽ 1-2 ആഴ്ച മാധ്യമങ്ങൾ സെൻസേഷനിലായി കൊടുക്കും, അത് കഴിയുമ്പോൾ ഈ വാർത്തയ്ക്ക് പ്രാധാന്യമൊന്നും കാണില്ല, ഇത് കെട്ടടങ്ങും, അപ്പോൾ നമുക്ക് പണി തുടങ്ങാം എന്നൊരു ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ഇവർക്കും സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വിവാദ നയം, അതായത് ആന്തൂരിലെ വ്യവസായിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവരന്ന് മുനിസിപ്പൽ ചെയർമാനാണ് ആന്തൂർ നഗരസഭയുടെ. ഇത്തരത്തിൽ വന്നപ്പോൾ ആ വിവാദം കെട്ടടങ്ങിയത് അതിന് നേർ ഉദാഹരണമായി ഇവരോടും പറയുന്നു, മോളെ എനിക്ക് ഇതിനപ്പുറം വന്നു, പിന്നെയാണോ നിനക്ക് എന്നൊരു ഉറപ്പാണ് ശ്യാമള കൊടുക്കുന്നത്.